നമുക്കിനി 14ാമത്തെ ചോദ്യം നോക്കാം. ഇത് കാൽക്കുലസിലെ ചോദ്യമാണ്. ആപ്ലിക്കേഷൻസ് ഡെറിവേറ്റീവിലെ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻ. The slope of the tangent to the curve y equals x cube minus x at the point 2, 6 is. നിങ്ങൾക്ക് ഒരു കാര്യം ഓർക്കണം. ഒരു കേർവ് ഉണ്ടെങ്കിൽ ഇങ്ങനൊരു കേർവ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഈ പോയിൻ്റ് 2, 2, 6 ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഡ്രോൺ ടു ദ കേർവ് അറ്റ് എ പോയിൻറ്റ് is the derivative of the curve at that point, derivative of the function at that point. Slope of the tangent drawn to the curve at that point, at a point, is the derivative of the function at that point. അപ്പോൾ അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. dy by dx കാണാം. എന്താ dy by dxൻ്റെ വാല്യൂ? 3x² minus 1. ഇനി what is slope of tangent at 2, 6? Therefore slope of tangent is dy by dx at that point. dy by dx at that point. ഏതാ പോയിന്റ്? 2, 6. അപ്പോൾ ഇവിടെ 2ഉം 6ഉം കൊടുക്കുക. എക്സ് മാത്രമേ ഉള്ളൂ, അപ്പോൾ y കൊടുക്കേണ്ട ആവശ്യമില്ല. 2x മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 3 × 2² minus 1. അപ്പോൾ 2² is 4, 4 3 is 12, 12 minus 1, 11. അല്ലേ? Is that clear? It is 4 3 is 12, answer is 11. Slope of the tangent is 11. ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം കൂടി ചെയ്യാം. ആദ്യത്തെ ആൻസർ 11 ആണ്. അടുത്ത ചോദ്യം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് ആർ വെൻ ആർ ഈസ് ഈക്വൽ ടു 3 centimeters. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ പറഞ്ഞാൽ dA by dt ആണ്. Rate of change of area with respect to its radius, or when r equals that. Rate of change of its area with respect to its radius, r when with respect to radius ആണ്. Rate of changes with respect to radius ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാറ്റണേ. ഓക്കെ, അടുത്ത ചോദ്യം ഓർ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് പറഞ്ഞാൽ എന്താ? dA by dr ആണ്. dA by dr ആണ്. എയും ആറും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാം. എന്താ? A equals pi r². അല്ലേ? What is dA by dr? dA by dr is equal to 2 pi into 2r. അത്രയേ ഉള്ളൂ. What is dA by dt? It is 2 pi into r-ന് പകരം 3 കൊടുക്കുക. Answer is 6 pi. Very simple question. നമുക്കിനി വെക്ടേഴ്സിലെ 15ാമത്തെ ചോദ്യം നോക്കാം. എ ഇസ് എ നോൺ സീറോ വെക്ടർ. ഇതിൻ്റെ വാല്യൂ എ ഡോട്ട് ഐ പ്ലസ് എ ഡോട്ട് ജെ പ്ലസ് എ ഡോട്ട് കെയുടെ വാല്യൂ എന്താണ്? നമ്മൾക്കൊരു കാര്യം ചെയ്യാം. എയുടെ വാല്യൂ, സപ്പോസ് യു ടേക്ക് എ ആസ് a1i പ്ലസ് a2j ക്യാപ് പ്ലസ് a3k ക്യാപ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഡോട്ട് ഐ? എ ഡോട്ട് ഐ എന്ന് പറയുന്നത് ഇവിടെ ഐ കൊണ്ട് ഡോട്ട് ചെയ്യുക. ജെ ഡോട്ട് ഐ 0ആണ്, കെ ഡോട്ട് ഐ 0ആണ്, ഐ ഡോട്ട് ഐ 1 ആണ്. അപ്പോൾ എ ഡോട്ട് ഐ പറയുന്നത് a1 ആയിരിക്കും. സിമിലർലി വാട്ട് ഈസ് എ ഡോട്ട് ജെ? a2 ആയിരിക്കും. അതേപോലെ എ ഡോട്ട് കെ എന്തായിരിക്കും? will be a3 അല്ലേ? ദാറ്റ്സ് ഓൾ.
അപ്പോൾ വാട്ട് ഈസ് എ ഡോട്ട് ഐ പ്ലസ് എ ഡോട്ട് ഐ പ്ലസ് എ ഡോട്ട് ജെ പ്ലസ് എ ഡോട്ട് കെ എന്തായിരിക്കും? Therefore എ ഡോട്ട് ഐ പ്ലസ് എ ഡോട്ട് ജെ പ്ലസ് എ ഡോട്ട് കെ ഇതിൻ്റെ വാല്യൂ എന്താണെന്നല്ലേ ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡോട്ട് ഐയുടെ വാല്യൂ A1 ആണ്, എ ഡോട്ട് ജിയുടെ വാല്യൂ A2 ആണ്, എ ഡോട്ട് കെയുടെ വാല്യൂ A3 ആണ്. അപ്പം ഇതിൻ്റെ വാല്യൂ A1 ആണ്, ഇറ്റ് ഈസ് A1I. എ ഡോട്ട് ജിയുടെ വാല്യൂ A2 ആണ്, ഇറ്റ് ഈസ് A2J പ്ലസ് A3K. But you know what is A1I plus A2J plus A3K? It is vector A. Therefore, the value will be vector A itself. Therefore, the answer is vector A. Okay. ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ I മൈനസ് ജെ ഓൺ ദ വെക്ടർ I പ്ലസ് ജെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പം ഇതൊരു വെക്ടറാണ് A, ഇത് വേറൊരു വെക്ടറാണ് B എന്ന് വെച്ചോളൂ. വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ B ഓൺ വെക്ടർ A? B എന്നുള്ള വെക്ടറിനെ എൻ്റെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ B എന്നുള്ള വെക്ടറിനെ A എന്നുള്ള വെക്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിപ്പോൾ OA ആണെന്ന് വെച്ചോളൂ, ഇതിപ്പോൾ A ആണ്, ഈ വെക്ടർ OA ആണ്, ഇത് O ആണ്, ഇത് വെക്ടർ B ആണെന്ന് വെച്ചോളൂ, ഇത് N ആണെന്ന് വെച്ചോളൂ. ഈ ON പറയുന്ന പേരാണ് ON. ON എന്ന് പറയുന്നത് സ്കേലറാണ്, വെക്ടർ ON അല്ല, വെറും ON. വി കോൾ ഇറ്റ് ON ആസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ B ഓൺ വെക്ടർ. B എന്നുള്ള വെക്ടറിനെ A എന്നുള്ള വെക്ടറിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു വെക്ടർ ഇതിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്യുക പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ടോർച്ച് അടിച്ചാൽ ഉണ്ടാകുന്ന നിഴൽ, അതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ B എന്നുള്ള വെക്ടർ Aയുടെ മുകളിൽ ഉണ്ടാക്കുന്ന നിഴൽ, അപ്പോൾ ON ആക്കില്ലേ പ്രൊജക്ഷൻ. അപ്പോൾ ON ഇസ് എ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ B ഓൺ വെക്ടർ A. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ് കാണാം? വാട്ട് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ B ഓൺ വെക്ടർ A? ദർ ഇസ് എ ഫോർമുല. ഇറ്റ് ഇസ് A ഡോട്ട് B. ഇറ്റ് ഇസ് A ഡോട്ട് B ബൈ മോഡ് A. എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ്, ന്യൂമറേറ്റർ ഡോട്ട് പ്രോഡക്റ്റ്, എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡുലസ് താഴെ. അപ്പോൾ ഇവിടെ എന്താണ്, ഏതിൻ്റെ മുകളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ I മൈനസ് ജെ ഓൺ ദ വെക്ടർ I പ്ലസ് ജെ. അപ്പോൾ എന്ത് ചെയ്യണം? ആൻസർ വിൽ ബി രണ്ടും കൂടി ഡോട്ട് ചെയ്യുക, I പ്ലസ് ജെയും I മൈനസ് ജെയും കൂടി ഡോട്ട് ചെയ്യുക. എന്നതിന് ശേഷം എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത്, കണ്ടോ, എന്തിൻ്റെ മുകളിലാണോ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മോഡുലസ് താഴെ. അപ്പോൾ താഴെ എന്തായിരിക്കും? കണ്ടോ, I മൈനസ് ജെ ഓൺ I പ്ലസ് ജെ ആണ്, I പ്ലസ് ജെയുടെ മുകളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ പ്ലസ് I പ്ലസ് ജെയുടെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? I ഡോട്ട് I ഇസ് 1, J ഡോട്ട് J ഇസ് 1, അപ്പോൾ ഇറ്റ്സ് 1 മൈനസ് 1 0. അപ്പോൾ 0 ബൈ സംതിങ് 0, അപ്പോൾ പ്രൊജക്ഷൻ ഇസ് 0. എന്താ കാരണം? ഇത് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രൊജക്ഷൻ 0 ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. കണ്ടോ, I മൈനസ് ജെയും I പ്ലസ് ജെയും പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ ആണെങ്കിൽ നിഴലുണ്ടാവില്ലല്ലോ, നട്ടുച്ചയ്ക്ക് നിഴലുണ്ടാവില്ല, അതുപോലെ കേട്ടോ. റൈറ്റ്. 15ാമത്തെ ചോദ്യം. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. ഓക്കെ, 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യം എഡ്ജോയിൻ്റ് ആണ് ചോദിച്ചത്. ഈ 2/2 ആണെങ്കിൽ എഡ്ജോയിൻ്റ് കാണാൻ വിസ്തരിച്ചൊന്നും വേണ്ട. എഡ്ജോയിൻ്റ് നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് എ ട്രാൻസ്പോസ് ഓഫ് ദ മാട്രിക്സ് ഓഫ് കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആർ ദ കോഫാക്ടേഴ്സ്. കോഫാക്ടേഴ്സ് കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് ആയിട്ടുള്ള മാട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എഡ്ജോയിൻ്റ് പറയുക. പക്ഷേ 2/2 ആണെങ്കിൽ ഇതൊന്നും നോക്കണ്ട, ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അത്ര നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഈ മെയിൻ ഡയഗണൽ ഇതാണെങ്കിൽ എഡ്ജോയിൻ്റ് എന്തായിരിക്കും? മെയിൻ ഡയഗണലിൽ തിരിച്ചിടുക. ഇവിടെ 3യും ഇവിടെ 2 ഇടുക. ഇത് ബാക്കിയുള്ളത് നെഗറ്റീവായിട്ട് എഴുതാം. അപ്പോൾ ഇത് -4, ഇത് +1. അപ്പോൾ ദിസ് ഇസ് എഡ്ജോയിൻ്റ്. ഇറ്റ് ഇസ് എ ട്രാൻസ്പോസ്. ഈ മെയിൻ ഡയഗണലിൽ ഈ 3 ഉള്ള ഇവിടെയും 2 ഉള്ള ഇവിടെ ഇടുക. എന്നിട്ട് ബാക്കിയുള്ള ഈ എലിമെൻറ്റ്സ് നെഗറ്റീവായിട്ട് എഴുതുക. ദറ്റ് ഈസ് ട്രാൻസ്പോസ് ഓഫ് എഡ്ജോയിൻ്റ് ഓഫ് എ. ഐ തിങ്ക് ദിസ് ഇസ് വെരി സിമ്പിൾ. യു ഹാവ് ടു ഡു ദാറ്റ് അറ്റ് ഓൺലി വൺ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റായിട്ട് ആൻസർ മാത്രം മതി. നമുക്ക് 17ാമത്തെ ചോദ്യം ചെയ്യാം. 17ാമത്തെ ഇൻ്റഗ്രേഷനിലൊരു ചോദ്യമാണ്. നോക്കൂ, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ നോക്കൂ, പവറിൽ ഒരു കാര്യം ഓർക്കണം. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഓഫ് a പവർ x?
integral of a power x dx is equal to a power x by ln a. Ln a means log a to the base e. Derivative of a raised to x എന്താ? a raised to x into log a ആണ്. Integral of a raised to x എന്താ? a raised to x by log a. അത് മാത്രം അറിഞ്ഞാൽ മതി. നോക്കുക, 2 raised to x plus 1 by 10 raised to x. അപ്പോൾ ഇത് 2 raised to x plus 1 by 10 raised to x എഴുതാം. അപ്പോൾ this is integral of, what is 2 raised to x plus 1? 2 into 2 raised to x divided by 10 raised to x dx minus integral of 5 raised to x minus 1 ആണ്. അപ്പോൾ 5 raised to x into 5 raised to minus 1. അപ്പോൾ നമുക്ക് ഇവിടെ 5 എഴുതാം into 10 raised to x dx. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞു ആൻസർ. ഇറ്റ് ഈസ് ട്വൈസ് ഓഫ് integral of 2 raised to x by 10 raised to x എന്താ? 2 by 10 raised to x. What is 2 by 10? 1 by 5. But this is 1 by 5 raised to x. Minus 1 by 5 can be taken outside. Integral of 1 by 2 raised to x. That's integrate here. What is the answer? The answer will be, it is 2 into, what is a raised to x integral? A raised to x by log a. What is 1 by 5 raised to x? It is 1 by 5 raised to x by log 1 by 5. By log 1 by 5. 1 by 5 raised to x by log 1 by 5. By log 1 by 5. Minus 1 by 5 into 1 by 2 raised to x by log 1 by 2. But this is answer, plus c. It is 2 into 1 by 5 raised to x by log 1 by 5 minus 1 by 5 into 1 by 2 raised to x by log 1 by 2. Log 1 by 2 പറഞ്ഞാൽ minus log 2 ആണ്. ഇത് minus log 5 ആണ്. But this can be simplified. അല്ലേ? This can be simplified. And ഇതൊന്നുമല്ല, എന്താ പറയുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒന്നുമില്ല. അപ്പം സിംപ്ലിഫൈഡ് ആകുന്നില്ല. ഒരു മാർക്കിൽ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇങ്ങനെ തന്നെ വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ സിംപ്ലിഫൈ, നോ പ്രോബ്ലം. നെക്സ്റ്റ് ഇൻ്റഗ്രേഷനിൽ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഒരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ 0 to 2 pi mod sin x dx. mod sin x dx. ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, mod sin x dx. അതായത് 0-ൻ്റെയും 2 ഇടയിൽ, കാരണം മോഡ്ലെസ് സൈൻ എക്സ് നിങ്ങൾക്കറിയില്ല, ഓൾ സിൽവർ ടീ കപ്സ് ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും സൈൻ പോസിറ്റീവാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തേർഡ് ക്വാർട്ടറിലും ഫോർത്ത് ക്വാർട്ടർ 2 ഇടയിൽ സൈൻ എക്സ് നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. യു സ്പ്ലിറ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് 0 to pi. 0 to pi ഒരു സ്പ്ലിറ്റ് പ്ലസ് pi to 2 pi. ഇത്രയേ ഉള്ളൂ, ബാക്കി എളുപ്പമാണ്. 0 to 2 പൈന് 0 to പൈയും pi to 2 pi ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 0-ൻ്റെയും പൈൻ്റെ ഇടയിലാകുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് ക്വാർട്ടറിലും സെക്കൻഡ് ക്വാർട്ടറിലും മാത്രമായിരിക്കും. അപ്പോൾ സൈൻ എക്സ് പോസിറ്റീവ് ആയിരിക്കും. സൈൻ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് സൈൻ എക്സ് വെറും സൈൻ എക്സ് എഴുതിയാൽ മതി. പഠിച്ചിട്ടുണ്ടല്ലോ, മോഡ്ലെസ് എക്സ് എഫ് എക്സ് പോസിറ്റീവ്, മോഡ്ലെസ് എക്സ് മൈനസ് എക്സ് എഫ് എക്സ് നെഗറ്റീവ്. ഇവിടെയോ പൈൻ്റെയും 2 ഇടയിലെങ്കിൽ മൈനസ് സൈൻ എക്സ്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ആൻസർ. Integral 0 to pi sin x plus pi to 2 pi minus sin x dx. അപ്പോൾ എത്ര കിട്ടുക നോക്കാം. It is integral of 0 to pi sin x plus integral of pi to 2 pi minus sin x. Integrate here. What is the value? Sin x ൻ്റെ വാല്യൂ എന്താ? മൈനസ് കോസ് എക്സ് അല്ലേ? മൈനസ് കോസ് എക്സ്. മൈനസ് കോസ് എക്സ് 0 to pi. പിന്നെ ഇവിടെ മൈനസ് പുറത്തിടുക, അപ്പോൾ പ്ലസ് വരും. 2 മൈനസ് വരും, അപ്പോൾ പ്ലസ് വരും. അപ്പോൾ പ്ലസ് ഓഫ് കോസ് എക്സ്, അപ്പർ ലിമിറ്റ് എന്താ 2 pi, ലോവർ ലിമിറ്റ് എന്താ പൈ. അപ്പോൾ എത്ര കിട്ടും? ഇറ്റ് ഇസ് മൈനസ് ഓഫ് കോസ് പൈ മൈനസ് കോസ് 0 പ്ലസ് കോസ് 2 pi മൈനസ് കോസ് പൈ. The answer will be 2 plus 2, that is 4. The answer will be 4. Okay. ഇത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ട്രിക്ക് ഉണ്ട്. ദർ ഇസ് എ ട്രിക്ക് ഫോർ ദിസ്.
കാരണം ഈ ട്രിക്കാണ് ആ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനോട് ഉദ്ദേശിക്കുന്നത്. കാരണം ആൻസർ മാത്രം മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ട്രിക്കും വളരെ ശ്രദ്ധിക്കണം. അതായത് ഇൻ്റഗ്രൽ 0 to 2π ഈ സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മോഡ് സൈൻ എക്സ് പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് പൈ. ഈ സൈൻ എക്സിൻ്റെ ഒരു ചാട്ടത്തിൻ്റെ 0-നും 2πൻ്റെ ഇടയിലുള്ള ഏരിയ 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. കണ്ടോ, 2 സ്ക്വയർ യൂണിറ്റ്സ് അല്ലേ, ഇവിടെ 2 അല്ലേ കിട്ടുന്നത്. 0 to π ആകുമ്പോൾ ഇത് 2 ആണ്, 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അപ്പോൾ 0 to 2π പറയുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുകയാണ്. അപ്പോൾ ഇതും 2 ആണ്, ഇതും 2 ആണ്. അപ്പോൾ 2 + 2 4. അപ്പോൾ ഇത് 0 to 3π ആണെങ്കിലോ 2 + 2 + 2. 0 to 10π ആണെങ്കിലോ 10 × 2 20. ഓരോ ചാട്ടത്തിൻ്റെ ഏരിയ 2 ആണ്. അപ്പോൾ അങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. മനസ്സിലാവുണ്ടോ? ബിക്കോസ് മോഡ് സൈൻ എക്സ് ഇസ് പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ. അപ്പം 0 to 2π ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷേ 0 to 3π ആണെങ്കിൽ ലെങ്ത് ചെയ്യാം, ഒരു മാർക്കിന് അത് മുതലാവില്ല. പക്ഷേ 0 to 3π ചോദിക്കാം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. എന്താ, ഒരു ചാട്ടത്തിൻ്റെ ഏരിയ 2 ആണ്. അപ്പോൾ 3 ചാട്ടത്തിൻ്റെ ഏരിയ 6 ആണ്, 6 ആണ്. അപ്പോൾ 0 to 100π ആണെങ്കിലോ 100 × 2 200. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് 19ാമത്തെ ചോദ്യം ചെയ്യാം. dx/1 + 4x² π/8 0 to a ആണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? ഇത് ഏതാ ഫോം? ആദ്യം ആ ഫോം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതാണ് നമ്മളെ ഫോം. ഇൻ്റഗ്രൽ ഓഫ് 1/x² + a². ഇതാണ് ഫോം. ഇറ്റ് ഈസ് 1/a tan inverse x/a പ്ലസ് c. ഈ ഫോമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോം. dx/1/x² + a². ഇറ്റ് ഈസ് 1/a tan inverse x/a. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വേണ്ടോ, x² കോയിഫിഷ്യൻ്റ് അപ്പോൾ 1 ആവണം. അപ്പോൾ 4 പുറത്തെടുത്തോളൂ. അപ്പോൾ എന്ത് കിട്ടും? 1/4 × ഇൻ്റഗ്രൽ ഓഫ് 0 to a. 4 പുറത്തെടുക്കുകയാണേ. അപ്പോൾ എന്ത് വരും? 1/x² + 1/4 dx അല്ലേ? ഈ 1/4 എങ്ങനെ കാണാം? 1/2 the whole square ആയിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/a ഇറ്റ് ഈസ് 1/4 × 1/a tan inverse x/a. 1/a tan inverse x/a. tan inverse x/a. x/a പ്ലസ് സി. പ്ലസ് സി വേണ്ട, ഡെഫിനറ്റുകളല്ലേ. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to a. അപ്പർ ലിമിറ്റ് 0 to a കൊടുക്കാം. ഇതിന് വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? π/8. ചോദിച്ചത് ഇതിൻ്റെ വാല്യൂ ആണ്, എയുടെ വാല്യൂ ആണ്. സിമ്പിൾ അല്ലേ? അപ്പം ഇവിടെ 2 1/2 ആവും. ഇതിൻ്റെ വാല്യൂ 1/2 ആവും. ഇതിൽ 1/2 അല്ലേ? 1/2 ഇവിടെ 2x/a ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 2x/a ഇറ്റ് ഈസ് 2a വരും അല്ലേ? 2x/1. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2a വരും. ടാൻ ഇൻവേഴ്സ് 2a. 0 കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0 തന്നെയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2a വാല്യൂ π/8 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2a ഹാഫ് ടാൻ ഇൻവേഴ്സ് 2a ആണ് π/8. അപ്പോൾ ഈ 2 ഇവിടെ 4 ടൈംസ് പോകും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 2a π/4 ആവണം. ഏത് ആംഗിളിനാണ് ടാൻ തീറ്റ π/4 ആവുന്നത്? അല്ല, ഏത് ആംഗിളിനാണ് ടാൻ ഇൻവേഴ്സ് π/4 ആവുന്നത്? ടാൻ ഇൻവേഴ്സ് 1. അപ്പോൾ 2a പറയുന്നത് 1 ആണ്. ഇംപ്ലൈസ് 2a = 1 or a = 1/2. ആൻസർ ഇസ് a = 1/2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. √x + x dx/√x + x. ഇൻ്റഗ്രൽ ഓഫ് dx/√x. ഈ √x വന്നാൽ എപ്പോഴും ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. √xന് t കൊടുക്കുക. സൈൻ √x അതിനൊക്കെ √x/√x + അങ്ങനെയൊക്കെ വന്നാൽ എപ്പോഴും √xന് t കൊടുക്കുക. പുട്ട് √x = t. √xന് t കൊടുത്താൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അല്ല സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? x² അല്ല x = t² വരും അല്ലേ? √x അപ്പുറം സ്ക്വയർ ചെയ്താൽ x = t² വരും. അപ്പോൾ dxൻ്റെ വാല്യൂ എന്തായിരിക്കും? dx = 2t dt. അപ്പോൾ what happens to this? Integral of
ഡി എക്സിന് പകരം 2t dt എഴുതാം, ഡിവൈഡഡ് ബൈ റൂട്ട് എക്സിന് പകരം ടി പ്ലസ് ടി സ്ക്വയർ. അത് വെട്ടിപ്പോവും, എളുപ്പമല്ലേ? ടി വിൽ ഗോ ഓഫ്. അപ്പോൾ ആൻസർ വിൽ ബി ഇൻറ്റഗ്രൽ ഓഫ് 2/t+1. t/2t+1 വാല്യൂ എന്താ? log t+1. അപ്പോൾ ഇറ്റ് ഇസ് ട്വൈസ് ഓഫ് ln mod t+1 പ്ലസ് സി. ഇത് ഇൻഡിഫറൻറ്റ് ഇൻ്റഗ്രലാണ്, അപ്പോൾ പ്ലസ് സി വേണം. ട്വൈസ് log t+1. അതിന് ആ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഇറ്റ് ഇസ് ഈക്വൽ ടു ട്വൈസ് ഓഫ് ln mod ഇൻസ്റ്റെഡ് ഓഫ് ടി റൂട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് എക്സ് +1 പ്ലസ് സി. ഓക്കെ, 20ാമത്തെ ചോദ്യം നോക്കിയാലോ? 20ാമത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ y equals this is a solution of the differential equation this. അത് ഇത്രയേ ഉള്ളൂ. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, ഇതിൽ കൊടുത്താൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഡിവൈഡിക്സിൻ്റെ വാല്യൂ എന്താ? ഇതിൽ ഡിവൈഡിക്സിൻ്റെ വാല്യൂ എന്താ? ഡിവൈഡിക്സിനെ y1 വിചാരിക്കാം, കാരണം y1 എഴുതാനാണ് സൗകര്യം. y1 ഡിവൈഡിക്സിനെ y1 ചോദിച്ചുള്ളൂ. വി ക്യാൻ കോൾ ഇറ്റ് ഡിവൈഡിക്സ് ആസ് y1. ഓക്കെ, അപ്പോൾ y1ൻ്റെ വാല്യൂ എന്തായിരിക്കും? y1ൻ്റെ വാല്യൂ a ആയിരിക്കും, കാരണം 2a² കോൺസ്റ്റൻ്റ് അല്ലേ. y1ൻ്റെ വാല്യൂ a ആണ് അല്ലേ? y1ൻ്റെ വാല്യൂ a ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 2 × y1, ഡിവൈഡിക്സ് y1 ആണ്, y1ൻ്റെ വാല്യൂ a ആണ്. അപ്പോൾ 2 × y1² മൈനസ് എക്സ് പ്ലസ് എക്സ് y1 മൈനസ് y 0 ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം. 2 × y1² എന്ന് പറഞ്ഞാൽ എന്താ? a² പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതിക്കോളൂ. എക്സ് × y1 എന്താ? a. y1 എന്ന് പറഞ്ഞാൽ a ആണ്. 2a² പ്ലസ് y1 മൈനസ് y എന്താ? ax പ്ലസ് 2a². ഇത് 0 ആവുന്നുണ്ടോ നോക്കൂ. 2a² 2a² വെട്ടിപ്പോകും, ax വെട്ടിപ്പോയില്ലേ? =0. യെസ്, ദെർഫോർ ആൻസർ ഇസ് യെസ്, ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. കാരണം അത് കൊടുത്താൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. സിമ്പിൾ. നമുക്ക് 21ാമത്തെ ചോദ്യം ചെയ്താലോ? ഇത് റിലേഷൻസിലെ ഒരു ചോദ്യമാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. 1 തൊട്ടിട്ട് 6 വരെയുള്ള 1 2 3 4 5 6 ഉള്ളൊരു സെറ്റിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യണം. എങ്ങനെ ഡിഫൈൻ ചെയ്യണം? എക്സും വൈയും തമ്മിൽ ബന്ധമുണ്ടാവണമെങ്കിൽ y ഡിവിസിബിൾ ബൈ എക്സ് ആവണം. y ഡിവിസിബിൾ ബൈ എക്സ് ആവണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നാ ചോദ്യം. റിഫ്ലെക്സിനെ പറ്റി ഒന്നും ചോദിച്ചില്ല, അതുകൊണ്ട് പറയും വേണ്ട. 1 2 3 4 5 6 1 2 3 4 5 6. അപ്പം നോക്കൂ, ഈ റിലേഷൻ സപ്പോസ് ആർ ഇസ് എങ്ങനെ? ആറ് സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ such that y is divisible by x. നോക്കൂ, 2 is divisible by 4 പറയാൻ പറ്റില്ല, പക്ഷേ 4 is divisible by 2 പറയാൻ പറ്റും. അപ്പോൾ y is divisible by x എന്ന് പറയാൻ പറ്റുമെങ്കിൽ y-നെ എങ്ങനെ എഴുതാൻ പറ്റണം? You could be able to write y as some constant into x. ഇങ്ങനെ എഴുതാൻ സാധിക്കുമെങ്കിൽ y is divisible by k is an integer. ഈ k ഇൻറ്റിജർ ആവണം അല്ലേ? റൈറ്റ്. y is divisible by x. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണോ ചോദിച്ചാൽ is it reflexive? യെസ്. ആ k 1 ആയാൽ മതി. അപ്പോൾ 1 1 ഉണ്ടാവും, 2 2 ഉണ്ടാവും. നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 1 1 എന്നുള്ള എലിമെൻ്റ് അതിലുണ്ടാവും. 1 1 2 2 3 3 ഉണ്ടാവും. 1 is divisible by 1, 2 is divisible by 2, 3 is divisible. അപ്പോൾ റിഫ്ലെക്സീവ് ആണോ ചോദിച്ചാൽ യെസ്. പിന്നെ 1 2 ഉണ്ടാവുമോ? വിൽ ഇറ്റ് ബി 1 2 ഉണ്ടാവുമോ നോക്കുക. 1 2 ഉണ്ടാവുമോ നോക്കൂ. 1 2 2 is divisible by 1. ശരിയാണ്, 1 2 ഉണ്ടാവും. 1 2 ഉണ്ടാവും. പക്ഷേ 1 2 ഉണ്ടാവും, പക്ഷേ 2 1 ഉണ്ടാവില്ല. 1 2 ആറിലുണ്ടാവും, പക്ഷേ 2 1 ആറിലുണ്ടാവില്ല. എന്തുകൊണ്ടാണ് 2 1 ആറിലില്ലാത്തത്? 2 is divisible by 1, പക്ഷേ 1 is not divisible by 2.
നോക്കൂ, വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ്, രണ്ടാമത്തെ കോർഡിനേറ്റ് ആണ്. വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് ആണെങ്കിലാണ് എക്സ് വൈ ഉണ്ടാവുക. അപ്പോൾ 2 ഈസ് ഡിവിസിബിൾ ബൈ 1, യെസ്, അതുകൊണ്ട് 1 2 ബിലോങ്സ് ടു ആർ ആണ്. പക്ഷേ 2 1 ഡസ് നോട്ട് ബിലോങ് ടു ആർ. അപ്പോൾ ഇത് മതി. 1 2 ബിലോങ്സ് ടു ആർ, 2 1 ഡസ് നോട്ട് ബിലോങ് ടു ആർ, therefore ആർ ഈസ് നോട്ട് സിമെട്രിക്. നോട്ട് സിമെട്രിക്. ഇത്രയേ ഉള്ളൂ, ഒറ്റ എക്സാമ്പിൾ മതി. നോട്ട് സിമെട്രിക്, വൈ? സിമെട്രിക് അല്ല എന്ന് പറയാൻ എളുപ്പമാണ്. സിമെട്രിക് അല്ല എന്ന് പറയാൻ ഇത് മാത്രം മതി. 1 2 ആറിലുണ്ട്, പക്ഷേ 2 1 ആറിൽ ഇല്ല, അതുകൊണ്ട് സിമെട്രിക് അല്ല. ദാറ്റ്സ് ഇനഫ്. റിഫ്ലെക്സീവ് ആണ് അത്. ഇനി ട്രാൻസിറ്റീവ് ആണോ അത്? ഇസ് ഇറ്റ് ട്രാൻസിറ്റീവ്? 1 2 ആറിലുണ്ട്, 1 2 ആറിലുണ്ട്, 1 2 ആറിലുണ്ട്, 2 4 ആറിലുണ്ട്. അതെ, 4 is divisible by 2 ആറിലുണ്ട്. You can say 1 4 belongs to R. അല്ലേ? 4 is divisible by 2. അതായത് xy belongs to R. xy belongs to R എന്ന് പറഞ്ഞാൽ what does that imply? Y is equal to some constant k1 into x, where k1 is an integer. Now yz belongs to R means what? നമുക്ക് റിഫ്ലെക്സീവ് ട്രാൻസിറ്റീവ് ആണിത്. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെങ്കിൽ എക്സാമ്പിൾ കൊണ്ട് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് തിയറി പറയണം. അപ്പോൾ വൈ സെഡ് ബിലോങ്സ് ടു ആർ ആണെങ്കിൽ സെഡിന് എങ്ങനെ എഴുതാം? സെഡ് ഇസ് ഈക്വൽ ടു സം അതർ കോൺസ്റ്റൻറ്റ് k2 ഇൻറ്റു വൈ. അപ്പോൾ അത് രണ്ടും കൂടി കണക്ട് ചെയ്യുക എങ്ങനെയാണ് നോക്കാം. ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു z ഈസ് ഈക്വൽ ടു k2y അല്ലേ? റൈറ്റ്. നൗ വാട്ട് ഈസ്, അപ്പോൾ എക്സും സെഡും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഹൗ ടു കമ്പയർ എക്സ് ആൻഡ് വൈ? therefore x is equal to, what is x? You can say z is equal to നമുക്ക് എന്ത് പറയാം? k2 ഇൻറ്റു വൈക്ക് പകരം എന്ത് എഴുതാം? k1x. therefore you can write y k1xും z k2y ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യൂടെ? z is equal to k1 k2x ഇവിടെ. ഈ k1 ഇൻറ്റിജറാണ്, k2 ഇൻറ്റിജറാണ്, k1 k2 ഇൻറ്റിജറാണ്. ഇത് ഇൻറ്റിജറാണ്. k1 k2 പറയുന്നത് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ z is a multiple of x. അതിൻ്റെ അർത്ഥം എന്താ? z is divisible by x. അപ്പോൾ z is divisible by x ആണെങ്കിൽ എന്താ അർത്ഥം? therefore xz belongs to R. അപ്പോൾ what you can say? that relation is ട്രാൻസിറ്റീവ്. therefore relation is transitive. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക് അല്ല. റിഫ്ലെക്സീവ് ആണ്, ചോദിച്ചിട്ടില്ല, ഞാനത് പറയില്ല. അപ്പം 3 കാര്യങ്ങൾ പറയാം. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഓർ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. എല്ലാത്തിലും ഓർ ഉള്ളതുകൊണ്ട് സൗകര്യമാണ്. ഷോ ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 9π/4 sin inverse 2√2/3. 9π/8 മൈനസ് ദാറ്റ് π/4 sin inverse. നമുക്ക് നല്ലത് LHS എടുക്കല്ലേ നല്ലത്? LHS എടുക്കുക, അതാണ് നല്ലത്. sin 9π/8 minus 9π. You can take 9π/4 outside. ഇതിൽ നിന്ന് 9π/4 പുറത്തെടുക്കുക. LHS ആണ് എടുക്കുന്നത്. യു ടേക്ക് LHS. 9/4 പുറത്തെടുത്തോളൂ. അപ്പോൾ എന്താ കിട്ടുക? 9/4 പുറത്തെടുത്താൽ യു ഗെറ്റ് π/2. π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/3 വരും. ഇതാണ് LHS. യു സ്റ്റാർട്ട് വിത്ത് LHS ആൻഡ് റീച്ച് ദ RHS. π/2, യു നോ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആണ്. അപ്പോൾ π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് 1/3 എന്താ? കോസ് ഇൻവേഴ്സ് 1/3 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 9/4 കോസ് ഇൻവേഴ്സ് 1/3. 9/4 കോസ് ഇൻവേഴ്സ് 1/3. ഈ കോസ് ഇൻവേഴ്സ് 1/3നെ നമുക്ക് എന്തെഴുതാം? ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. യു ഹാവ് ടു റൈറ്റ് കോസ് ഇൻവേഴ്സ് ഇൻ ടേംസ് ഓഫ് സൈൻ ഇൻവേഴ്സ്. ഈ 9/4 കോസ് ഇൻവേഴ്സ് 1/3 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 1ഉം ഇവിടെ 3യും വെച്ചാൽ, യു നോ കോസ് ഇസ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 3യും വെച്ചാൽ അവിടെ എന്താവും? 9 - 1 8. 8ൻ്റെ സ്ക്വയർ റൂട്ട് 2√2 ആണ്.
അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/3 ഏതായിരിക്കും? 2√2/3 സൈൻ ഇൻവേഴ്സ് ആയിരിക്കും. അതായത് ഇസ് ഈക്വൽ ടു 9/4 സൈൻ ഇൻവേഴ്സ് 2√2/3 ഇസ് ഈക്വൽ ടു RHS. വേണമെങ്കിൽ ടാനിലേക്ക് എഴുതാം. ടാനിലേക്ക് ആണെങ്കിൽ 2√2/1 മാത്രം ഉണ്ടാവും. ടാൻ ഇൻവേഴ്സ് 2√2/1. മറ്റേ സൈനാണെങ്കിൽ ടാൻ ഇൻവേഴ്സ്. അപ്പോൾ ഏത് ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്കും അതിനെ കണക്ട് ചെയ്യാം. സിമ്പിളാണ്. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. ഡിഫറൻഷിയേഷനിലെ ചോദ്യമാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് dy/dx at θ equals π/3 if x equals cos θ minus cos 2θ and y is equal to sin θ minus sin 2θ. ഇത് പാരാമെട്രിക് ഫംഗ്ഷനാണ്. പാരാമെട്രിക് ഫംഗ്ഷൻ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക? dy/dx is equal to, ആ ഫോമുല നിങ്ങൾക്ക് അറിയാം. എന്താ dy/dxൻ്റെ ഫോമുല? ഇറ്റ് ഈസ് dy/dθ by dx/dθ. ഇതാണ് ഫോമുല. dy/dθ, dy/dx equal to dy/dθ by dx/dθ. വാട്ട് ഈസ് dy/dθ? y വരുന്ന sin θ മൈനസ് sin 2θ ആണ്. sin θയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. cos θ. sin 2θ ഡെറിവേറ്റീവ് cos 2θ into 2. It is minus 2 cos 2θ divided by dx/dθ. cos θ minus cos 2θ ആണ്. cos θയുടെ ഡെറിവേറ്റീവ് മൈനസ് sin θ. പിന്നെ മൈനസ് കോസ് 2θ, മൈനസ് ഓഫ് കോസ് 2θ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2θ ഇൻറ്റു 2, അപ്പോൾ പ്ലസ് 2 സൈൻ 2θ. ചോദ്യം, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് dy/dx അറ്റ് എക്സ് ഈക്വൽസ് π/3? അപ്പം dy/dx അറ്റ് എക്സ് ഈക്വൽസ് π/3. π/3 ആകുമ്പോൾ ഇവിടെ π/3 കൊടുത്താൽ മതി. ഇറ്റ് ഇസ് കോസ് π/3. It is cos π/3 minus 2 cos 2π/3 divided by minus sin π/3 plus 2 sin 2π/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓരോന്നിനും വാല്യൂ ആണ്. സൈൻ കോസ് π/3 cos 60 ആണ്, 1/2 ആണ്. ഇവിടെ 2 cos 2π/3 എന്താ? cos 2π/3 is π minus π/3 is minus 1/2. മൈനസ് 1/2 ആകുമ്പോൾ 2 ഇൻറ്റു മൈനസ് 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ π/3 പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ മൈനസ് √3/2. പിന്നെയോ സൈൻ 2π/3 പറഞ്ഞാൽ സൈൻ π മൈനസ് π/3 ആണ്. സൈൻ π/3 തന്നെയാണ്. ഇറ്റ് ഈസ് അഗെയിൻ √3/2 പ്ലസ് √3. അത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് 3/2 ബൈ എന്താ കേട്ടോ? ഇറ്റ് ഈസ് 3/2 ഡിവൈഡഡ് ബൈ √3/2 minus √3 minus √3/2. It is √3/2. But simplify my answer will be √3. അപ്പോൾ ആൻസർ ഇസ് √3. √3 ആണ് ആൻസർ. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈ കർവിൻ്റെ എക്സ് ഈക്വൽസ് π/3 സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്താ ചോദിച്ചാലും √3 ആണ്. അപ്പോൾ ആ ലൈൻ, ആ ടാൻജൻറ്റ് എക്സ് ആക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ടാൻ തീറ്റയാണ് √3. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്താ? π/3. ഓക്കെ, π/3 ആയിരിക്കും ആംഗിൾ ഉണ്ടാവും. ഓക്കെ, 22ാമത്തെ ചോദ്യം അങ്ങനെ മനസ്സിലാക്കാം. 23ാമത്തെ ചോദ്യം ചെയ്യാം. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x defined by f of x equals this is an increasing function for all x greater than 0. പോസിറ്റീവ് ആവുന്ന എല്ലാ എക്സിനും ഇൻക്രീസിങ് ആണ്. എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് എന്ന് പറയുക? ഇങ്ങനെ കയറി പോകുമ്പോൾ എക്സ് കൂടുമ്പോൾ വൈയും കൂടുകയാണെങ്കിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ ലക്ഷ്യം എന്താ? f'(x) will be positive. Function is increasing if f'(x) is greater than 0. Okay, now what is f'(x)? ഇതിൽ f'(x) ആണ്. f of xൻ്റെ വാല്യൂ എന്താ? x minus 1 into e power x. x minus 1 into e power x ആണ്. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ, ഏതാ സെക്കൻഡ് ഫംഗ്ഷൻ? e raised to x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് x minus 1 ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് e raised to x പുറത്തെടുക്കാം അല്ലേ? e raised to x പുറത്തെടുത്താൽ എന്താ വരിക? ഇറ്റ് ഈസ് x minus 1 plus 1. f'(x) will be x minus 1 plus 1. ഈ 1ഉം -1ഉം വെട്ടിപ്പോകും.
അപ്പോൾ വാട്ട് യു ഗെറ്റ്, ഇറ്റ് ഇസ് എക്സ് ഇൻറ്റു ഇ പവർ എക്സ്. അപ്പോൾ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ എക്സ് ഇൻറ്റു ഇ പവർ എക്സ് ആണ്. ഇ പവർ എക്സ് എന്തായാലും പോസിറ്റീവാണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഫോർ എവറി എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്തൊക്കെ എക്സ് ഇൻറ്റു ഇ പവർ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമുക്ക് 24ാമത്തെ ചോദ്യം നോക്കാം. വെക്ടറിൽ എയും ബിയും കാണാൻ ചോദിച്ചിട്ടുണ്ട്. എയുടെയും ബിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആൻഡ് വെക്ടർ ബി. ഇഫ് തന്നിട്ടുണ്ട് എയുടെ മാഗ്നിറ്റ്യൂഡ് ബിയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഡബിളാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മോഡുലസ് ഓഫ് എ ഈസ് ട്വൈസ് മോഡുലസ് ഓഫ് ബി ആൻഡ് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി 12 ആണ്. നോക്കൂ, എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ഇതാണ് തന്നിട്ടുള്ളത്. എ മൈനസ് പി എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബിയുടെ വാല്യൂ 12 ആണ്. അവിടെ നിന്ന് എന്താ കിട്ടാൻ പറ്റുക? എ ഡോട്ട് എ, നോക്കൂ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ്? എ ഡോട്ട് എ, ഒരു വെക്ടറിനെ അതുകൊണ്ട് തന്നെ ഡോട്ട് ചെയ്താൽ മോഡ് എ സ്ക്വയർ ആണ്. എ ഡോട്ട് എ എസ് മോഡ് എ സ്ക്വയർ. അത് ഓർക്കണേ, എയും എയും തമ്മിലുള്ള ആംഗിൾ തീറ്റ 0 ആണ്. അപ്പം വാട്ട് ഈസ് വെക്ടർ എ ഡോട്ട് വെക്ടർ എ? ഇറ്റ് ഈസ് മോഡ് എ ഇൻറ്റു മോഡ് എ ഇൻറ്റു കോസ് 0. കോസ് 0 ഈസ് 1. അപ്പോൾ എ ഡോട്ട് എ ഇസ് മോഡ് എ സ്ക്വയർ മൈനസ് എ ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ഡോട്ട് ബി. വാട്ട് ഈസ് ബി ഡോട്ട് ബി? മോഡ് ബി സ്ക്വയർ. അപ്പോൾ മൈനസ് മോഡ് ബി സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ 12 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും വെട്ടിപ്പോകും. കാരണം ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും സെയിം ആണ്, അതുകൊണ്ട് വെട്ടിപ്പോകും. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ ഈക്വൽസ് 12 അല്ലേ? ഇറ്റ് ഈസ് മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ ഈക്വൽസ് 12. തന്നിട്ടുണ്ട് മോഡ് എയുടെ വാല്യൂ ട്വൈസ് മോഡ് ബി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ മോഡ് എയുടെ വാല്യൂ ട്വൈസ് മോഡ് ബി ആണ്. അപ്പോൾ മോഡ് എ സ്ക്വയർ എന്തായിരിക്കും? 4 മോഡ് ബി സ്ക്വയർ. അപ്പോൾ 4 മോഡ് ബി സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ ആണ് 12. അപ്പോൾ 3 മോഡ് ബി സ്ക്വയർ ആണ് 4, 12. അപ്പോൾ മോഡ് ബി സ്ക്വയർ 4 ആണ്. അപ്പോൾ മോഡ് ബി എന്തായിരിക്കും? 2 ആണ്. കാരണം സ്ക്വയർ റൂട്ട് പ്ലസ് ഓർ മൈനസ് വരില്ല. മോഡ് ബി കനോട്ട് ബി നെഗറ്റീവ്. അപ്പോൾ മോഡ് ബിയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ മോഡ് ബിയുടെ വാല്യൂ 2 ആണെങ്കിൽ മോഡ് എയുടെ വാല്യൂ 4 ആണ്. Therefore മോഡ് എ ഈക്വൽ ടു 4. അപ്പോൾ മോഡ് എയുടെ വാല്യൂ കിട്ടി, മോഡ് ബിയുടെ വാല്യൂ കിട്ടി. ഹെൻസ് എ പ്രോബ്ലം. 24ാമത്തെ ചോദ്യം എന്താ? മോഡ് എ ഈക്വൽസ് 4 ആൻഡ് മോഡ് ബി ഈക്വൽസ് 2. ഇനി ചോദ്യം, വാട്ട് ഇസ് എ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദ വെക്ടേഴ്സ്? ഓർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി. 2 വെക്ടേഴ്സ് ക്രോസ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ അതിനോട് രണ്ടിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. What is A cross B? A cross B is mod A into mod B into sin theta n cap, where n cap is a unit vector perpendicular to both A and B. അപ്പോൾ 2 വെക്ടേഴ്സ് ഇങ്ങനെ എടുത്താൽ ആ 2 വെക്ടേഴ്സിനോടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 കൂടി ക്രോസ് ചെയ്യാം. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതിനെ മാഗ്നിറ്റ്യൂഡോട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ഓഫ് ദ വെക്ടേഴ്സ്. അപ്പോൾ ഈ വെക്ടറും ഈ വെക്ടറും കൂടി ക്രോസ് ചെയ്യാം. അപ്പോൾ ആദ്യം ദ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ perpendicular to A and B is equal to എന്താ? A cross B. ഇത് A cross B ചെയ്താലും കുഴപ്പമില്ല, B cross A ചെയ്താലും കുഴപ്പമില്ല. മുകളിലേക്കോ താഴേക്കോ ആയാൽ മതി, പെർപെൻഡിക്കുലർ ആയിരിക്കും. A cross B. അപ്പോൾ വാട്ട് ഈസ് A cross B? ഡിറ്റർമിനൻറ്റ് I J K. ക്രോസ് പ്രോഡക്റ്റിൻ്റെ ഐഡിയ ആണ്. എ ക്രോസ് ബി ഇങ്ങനെയാണ് ചെയ്യുക. മോഡ് എ മോഡ് ബി സൈൻ തീറ്റ എൻ ക്യാപ്പാണ് ഡെഫിനിഷൻ. പക്ഷേ എയും ബിയും ഐ ജെ കെ തന്നിട്ടുണ്ടെങ്കിൽ എ ക്രോസ് ബിയുടെ വാല്യൂ ഇങ്ങനെയാണ്. ഐ ജെ കെ 4 3 1 2 -1 2. അത് ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ക്രോസ് ബി. എ ക്രോസ് ബി എങ്ങനെയായിട്ട് 6 + 1 7 I -j × 8 - 2 6.
അപ്പം -6j പ്ലസ് k ഇൻറ്റു -4 -6 അല്ലേ? -4 -6 എത്രയാണ്? -10. അപ്പോൾ അതാണ് A ക്രോസ് B. അപ്പോൾ ഈ വെക്ടർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് A ആൻഡ് B. അപ്പോൾ ഹൗ ടു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ A ആൻഡ് B? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ബൈ മോഡുലസ് A ക്രോസ് B. ഒരു വെക്ടറിൻ്റെ മോഡുലസ് എങ്ങനെയാണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് റൂട്ട് ഓഫ്, നിങ്ങൾക്കറിയാം xi പ്ലസ് yj പ്ലസ് zkയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? റൂട്ട് ഓഫ് x² പ്ലസ് y² പ്ലസ് x². അപ്പോൾ ഇറ്റ് ഈസ് x² 49 പ്ലസ് 36 പ്ലസ് 100. അപ്പോൾ ആൻസർ വിൽ ബി 49 പ്ലസ് 36 is 85. അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇറ്റ് ഇസ് 7i minus 6j minus 10k divided by root of 49 plus 36 എത്രയാണ്? 49 plus 6 is 55. 55 plus 30 is 85. It is 185. It is not perfect square. Therefore, the value will be 7i minus 6j. 7i minus 6j minus 10k divided by root 185. This is your answer. Okay. ഇനി പരീക്ഷയെ പേടിക്കേണ്ട. കേരളത്തിലെ ബെസ്റ്റ് ലേണിംഗ് ആപ്പായ എക്സാമിനർ ലേണിംഗ് ആപ്പിലൂടെ പഠനം മികച്ചതാക്കൂ. ഫ്രീ ട്രയൽ ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ 7592092025 വാട്സ്ആപ്പ് ചെയ്യൂ. ഓക്കെ, 25ാമത്തെ ചോദ്യം ചെയ്യാം നമുക്ക്. 3Dയിലെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ വിത്ത് ഇന്റർസെപ്റ്റ് 3 ഓൺ y ആക്സിസ് ആൻഡ് ഇസ് പാരലൽ ടു എക്സെറ്റ് പ്ലെയിൻ. നോക്കൂ, എക്സെറ്റ് പ്ലെയിൻ്റെ പ്രത്യേകത നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ് y ആക്സിസ്, ഇത് x ആക്സിസ് ആണ്, ഇത് z ആക്സിസ് വെച്ചോളൂ. ദിസ് ഇസ് z ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. അപ്പോൾ ഈ പ്ലെയിനാണ് എന്ത് പ്ലെയിൻ? ഈ പ്ലെയിനാണ് XY പ്ലെയിൻ. XY പ്ലെയിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? XY പ്ലെയിൻ്റെ പ്രത്യേകത z കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ XY പ്ലെയിന് z is equal to 0. Z is equal to 0. അപ്പോൾ വാട്ട് ഈസ് YZ പ്ലെയിൻ? X equal to 0. വാട്ട് ഈസ് XZ പ്ലെയിൻ? Y equal to 0. ഇനി ഈ YZ പ്ലെയിനെ ഞാൻ കുറച്ചും കൂടി Z ആക്സിന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. എന്താണ്? Y ഇൻ്റർസെപ്റ്റ്, അതായത് Y ഇൻ്റർസെപ്റ്റ് വാട്ട് ഇസ് ഇറ്റ് with intercept 3 on y axis. Intercept xz plane ആണ് അല്ലേ? This is not y. xy plane is z axis. z equals 0. xy plane ആണെങ്കിൽ സോറി ഇതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടോ. 25ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യൂ. Now we'll discuss question number 25. What is the equation to the plane with intercept 3 on y axis and parallel to xz plane? നിങ്ങൾ ഓർക്കേണ്ടത് ഇത് y ആക്സിസ് ആണ്, ഇത് x ആക്സിസ് ആണ്, ഇത് z ആക്സിസ് ആണ് വിചാരിച്ചോളൂ. ദിസ് ഇസ് z, ദിസ് ഇസ് x, ദിസ് ഇസ് y ആക്സിസ് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് 3 ഡയമെൻഷനിലാണേ. അപ്പോൾ ഇത് xz പ്ലെയിൻ ആണ്. ദിസ് ഇസ് xz പ്ലെയിൻ. വാട്ട് ഇസ് ദ ഇക്വേഷൻ ടു xz പ്ലെയിൻ? xz പ്ലെയിൻ്റെ ഇക്വേഷൻ, xz പ്ലെയിൻ്റെ പ്രത്യേകത എന്താ? xz പ്ലെയിൻ എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ xz പ്ലെയിൻ്റെ ഇക്വേഷൻ y ഈക്വൽ 0 ആണ്. xz പ്ലെയിൻ്റെ ഇക്വേഷൻ y ഈക്വൽ 0 ആണ്. yz പ്ലെയിൻ്റെ ഇക്വേഷൻ x ഈക്വൽ 0 ആണ്. xy പ്ലെയിൻ്റെ ഇക്വേഷൻ y ഈക്വൽ 0 ആണ്. അപ്പോൾ xz പ്ലെയിൻ ആണെങ്കിൽ y ഈക്വൽ 0 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ദ പ്ലെയിൻ വിച്ച് ഇസ് പാരലൽ ടു ദിറ്റ്? ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ, സപ്പോസ് യു ഹാവ് എ പ്ലെയിൻ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് ജസ്റ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഈ y ഇൻ്റർസെപ്റ്റ് ഈ ലെങ്ത് 3 ആണ്. ഈ ലെങ്ത് 3 ആണെങ്കിൽ ഇതായിരിക്കും, ഇറ്റ് വിൽ ബി z ഇസ് ഈക്വൽ ടു 3. നോക്കൂ, xz പ്ലെയിൻ്റെ ഇക്വേഷൻ അല്ല, സോറി, z ഈക്വൽ ടു 3 അല്ല, y ഈക്വൽ ടു 3.
25ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്യൂ, ഒന്നുകൂടി ചെയ്യാം. നമുക്ക് 25ാമത്തെ ചോദ്യം നോക്കിയാലോ. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ വിത്ത് ഇൻ്റർസെപ്റ്റ് 3 ഓൺ y ആക്സിസ് ആൻഡ് പാരലൽ ടു xz പ്ലെയിൻ. നോക്കൂ, ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ്, ഇതാണ് z ആക്സിസ്. ഇത് z, ഇത് x, ഇത് y ആക്സിസ്. നോക്കൂ, എക്സെഡ് പ്ലെയിൻ്റെ പ്രത്യേകത, എക്സെഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സെഡ് പ്ലെയിൻ, എക്സെഡ് പ്ലെയിൻ, ഇതാണ് YZ പ്ലെയിൻ, ഇതാണ് YZ പ്ലെയിൻ, പിന്നെ ഇതാണ് XY പ്ലെയിൻ, ഇതാണ് എക്സെഡ് പ്ലെയിൻ. നോക്കൂ, എക്സെഡ് പ്ലെയിൻ ഇതാണ് എക്സെഡ് പ്ലെയിൻ. എക്സെഡ് പ്ലെയിനിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സെഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ y = 0 ആണ്. നോക്കൂ, xz പ്ലെയിൻ്റെ ഇക്വേഷൻ y = 0 ആണ്. എവറി പോയിൻ്റ് ഓൺ xz പ്ലെയിൻ will be having the property that the y coordinate will be 0. But what is the equation to a plane which is parallel to xz plane? Y equals a constant. അപ്പോൾ 3 ആണ് ഇൻ്റർസെപ്റ്റ് എങ്കിൽ, -3 ആണെങ്കിൽ എന്താണ് y = 3 വരും, +3 ആണ് ഇൻ്റർസെപ്റ്റ് എങ്കിൽ y = 3 ആയിരിക്കും. അപ്പോൾ ഹിയർ ദ ആൻസർ ഇസ് y = 3. അതായത് ഇങ്ങനെ ആയിരിക്കും, ഇൻ്റർസെപ്റ്റ്സ് വിൽ ബി ആ പ്ലെയിൻ ഇങ്ങനെ കുറച്ചും കൂടി പാരലായിട്ടായിരിക്കും, ഇതിനോട് പാരലായിട്ട്, ഈ പ്ലെയിനോട് പാരലായിട്ട്. അപ്പോൾ ഇതെന്തായിരിക്കും, y = 3 ആയിരിക്കും. എക്സെഡ് പ്ലെയിൻ്റെ പേര് y = 0. എക്സെഡ് പ്ലെയിനോട് പാരലായിട്ട് 3 ഇൻ്റർസെപ്റ്റ് വൈയിലുണ്ടാവുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ y = 3. ഓക്കെ.